ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിറ്റിൽ ക്ലൗഡ്സ് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന പാഠമാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, പണ്ട് കാലത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മൾ തോലുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വസ്ത്രം എന്തിനൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നോക്കാം. തണുപ്പിൽ നിന്ന് സംരക്ഷണം, അതുപോലെ തന്നെ ചൂടിൽ നിന്നും സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്നും സംരക്ഷണം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് വളരെയധികം കാലത്തെ ചരിത്രമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലേക്ക് എത്തിയത് എന്ന രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യർ എങ്ങനെയായിരുന്നു? വേട്ടയാടിയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് വസ്ത്രമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? പുല്ല്, ഇലകൾ, മരത്തോല്, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇനി സൂചി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ കൊമ്പ്, എല്ല്, അതൊക്കെയായിരുന്നു സൂചികളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി ഉപയോഗിച്ചു. അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും നമ്മൾ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നെയ്ത്ത്? അതാണ് നോക്കാനുള്ളത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇനി സിന്ധു നദീതടത്തിലെ വസ്ത്രം. സിന്ധു നദീതടം എന്ന് പറയുന്നത് പ്രാചീന കാലത്തെ ഒരു സംസ്കാരമാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ആ സമയത്ത് ഈ വസ്ത്രധാരണത്തിൻ്റെ തെളിവുകളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായിട്ട് നമുക്ക് അതിൻ്റെ തെളിവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. ഓക്കെ. ഇനി കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തുവസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഇനി എന്താണ് കൈത്തറി തുണികൾ എന്ന് നോക്കാം. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് എന്തുണ്ടാക്കി? നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. അപ്പം നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. നെയ്ത്ത് എന്ന് വെച്ചാൽ നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇനി നോക്കാനുള്ളത് കുറച്ച് നമുക്കറിയാം, അതിനുശേഷമാണ് എന്താണ് വസ്ത്രത്തിൽ ചായം എന്നുള്ളൊരു സംഭവം വന്നത്. അപ്പം നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ടൊക്കെയാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി പരുത്തീനെ പറ്റി നോക്കാം.
ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തിച്ചെടിയിൽ നിന്ന് പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇനി ചണം. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ചണം നമ്മൾ സുവർണ നാര് എന്നറിയപ്പെടുന്നതാണ് ചണം എന്ന് പറയുന്നത്. ഇനി നീലം ചെടി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി കുറച്ച് കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങൾ. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി. ഇതൊക്കെ വളരെ ഫേമസ് ആയ കൈത്തറി കേന്ദ്രങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിന്നിങ് ജെന്നി. ജെയിംസ് ഹാർഗ്രേവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം ആണ് നൂലുൽപാദനം വേഗത്തിലാക്കാൻ സഹായിച്ചത്. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രേവ്സ്. ഇനി അടുത്തതാണ് യന്ത്രത്തറി. ഇപ്പം ജനസംഖ്യയൊക്കെ വർദ്ധിക്കുമ്പോൾ എന്താണ്, വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു. അപ്പോൾ അത് പ്രകാരമാണ് കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നത്. അപ്പോൾ യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രേവ്സ്, യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്, യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടിയ യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു. ഇനി യൂറോപ്യന്മാരെ പറ്റിയിട്ട് അടുത്തതായിട്ട് പറയുന്നുണ്ട്, അത് നോക്കാം. ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ. ഇപ്പം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യരാരാണ്, പോർച്ചുഗീസുകാരാണ്. അതിനുശേഷമാണ് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലാൻഡ്സ്, ദെൻ ഇംഗ്ലീഷുകാർ വന്നു, ഇംഗ്ലണ്ട്, ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ വന്നു. അത് നമ്മളൊരു പോഡാ ബീഫെ എന്ന കോഡിലൂടെയാണ് പഠിക്കാറ്. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ്, ഇംഗ്ലീഷുകാരാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇനി സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമമായ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ്,
ഈ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ്. നമുക്കറിയാം യന്ത്രങ്ങളുടെ ഉപയോഗം ഉണ്ടാകുമ്പോൾ കൂടുതൽ വസ്ത്രങ്ങൾ നമുക്ക് നെയ്യാൻ സാധിക്കും. പിന്നെ മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ വ്യാപനം. ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വസ്ത്രനിർമ്മാണത്തിന് നമ്മൾ സാധാരണയായിട്ട് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ്. എന്നാൽ കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം അത് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ പോളിസ്റ്റർ, നൈലോൺ ഇതൊക്കെയാണ് എന്താണ് കൃത്രിമ നാരുകളാണ്. ഇപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് പോളിസ്റ്റർ, നൈലോൺ ഡ്രസ്സൊക്കെ കൂടുതലായിട്ട് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും. അപ്പോൾ പ്രകൃതിദത്ത നാരുകളിൽ നിന്ന്, അതിൽ ജന്തുക്കളിൽ നിന്ന്, അതിന് എക്സാമ്പിളാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാര് ഉണ്ടാക്കുന്നുണ്ട്. പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് പട്ടിൻ്റെ നാര് ഉണ്ടാക്കുന്നത്. ഇനി സസ്യങ്ങളിൽ നിന്ന്, അതിന് ഉദാഹരണമാണ് പരുത്തി. പിന്നെ അതുപോലെ തന്നെ ചണം ചെടികളിൽ നിന്നും യഥാക്രമം പരുത്തി നാരും പിന്നെ ചണനാരും നിർമ്മിക്കുന്നുണ്ട്. പരുത്തിയിൽ നിന്ന് പരുത്തി നാരും ചണത്തിൽ നിന്ന് ചണനാരും നിർമ്മിക്കുന്നുണ്ട്. ഇനി കൃത്രിമ നാരുകൾ. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. കൃത്രിമ നാരിനാണ് ഈ മേന്മയുള്ളത്. ഉദാഹരണം എന്താണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം. വ്യത്യസ്ത കാലാവസ്ഥയിൽ വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇനി വരുന്നത് ഈ വസ്ത്രത്തിൻ്റെ തന്നെ ഒരു ഹിസ്റ്ററി എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ. ഇവിടെ ഒരു വിളംബരമാണ് തന്നിട്ടുള്ളത്. ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ വിളംബരം. അപ്പോൾ ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ വിളംബരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തെടുക്കണം ചാന്നാർ ലഹളയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഉത്രം തിരുനാൾ രാജാവിൻ്റെ വിളംബരം എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. അപ്പോൾ ചാന്നാർ ലഹളയുടെ വർഷം ചോദിച്ചാൽ 1859. 1822 ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആരംഭിച്ചിട്ടുണ്ട്. 1859 ഈ ഒരു വിളംബരം വരുന്നത്. പക്ഷെ ചാന്നാർ ലഹള ചോദിച്ചാൽ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് 1859 തന്നെയാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ തിരുവിതാംകൂർ അതുപോലെ തന്നെ മേൽമുണ്ട് സമരം അതൊന്ന് ഡിസ്കസ് ചെയ്യാം. തിരുവിതാംകൂറിൽ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഇനി മേൽമുണ്ട് സമരം. ഈ മേൽമുണ്ട് സമരത്തിന് തന്നെ വ്യത്യസ്ത പേരുകളുണ്ട്. ശീലവഴക്ക് എന്നൊരു പേരും ഇതിനുണ്ട്. അതുപോലെ തന്നെ ചാന്നാർ ലഹള എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു.
19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുണ്ടല്ലോ, ആരാണത്? വൈകുണ്ഠസ്വാമികളാണ്, ഒരു നവോത്ഥാന നായകൻ. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഇനി വസ്ത്രം ഒരു സമരായുധമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാ നോക്കാം. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? വസ്ത്രം ഒരു സമരായുധമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജി, അതുപോലെ തന്നെ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നതുമൊക്കെ തന്നിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് സ്വദേശി പ്രസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അപ്പോൾ 2015 മുതലാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ്? 1905 ഓഗസ്റ്റ് 7. ഇനി ഖാദി പ്രസ്ഥാനം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. അപ്പോൾ ഖാദി പ്രസ്ഥാനത്തിൻ്റെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1918. ഇനി വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ദിനം പ്രതി വസ്ത്രധാരണത്തിലെ ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽനൂൽപ്പ്. നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽനൂൽപ്പ്. ഇനി ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ ഉള്ളൂ. സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ ഖാദി പ്രസ്ഥാനം, പിന്നെ മേൽമുണ്ട് സമരം, തിരുവിതാംകൂർ. പക്ഷെ അതൊക്കെ തന്നെ ബേസിക് ഫാക്ട്സ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. പിന്നെ 5ാം ക്ലാസ്സിലത്തെ ഒരു ചാപ്റ്ററാണ്. വളരെ ബേസിക് ലെവലിലെ കാര്യമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പ്രകൃതിദത്തം, കൃത്രിമ നാരുകൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.